ഹലോ, എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ ചേട്ടൻ 12 മണിക്ക് കേക്കും കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്. പക്ഷേ ഞാനൊരു സർപ്രൈസായിട്ടിരിക്കും, ഏട്ടൊരു സർപ്രൈസായിട്ട് കൊണ്ടുവരും. രാവിലെ പീക്കുനെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം ഒരു 11:30 ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. 1:30 കഴിഞ്ഞപ്പോഴത്തേക്കും പീക്കുട്ടനെ സ്കൂളിൽ വിടും. വന്നിട്ട് ബിരിയാണി കഴിച്ച് അപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, സർപ്രൈസാണെന്ന് പറഞ്ഞു. പോണ വഴിക്കാണ് പറഞ്ഞത് ഓബൈ താമരയിൽ റൂം എടുത്തിട്ടുണ്ട്, നമുക്ക് ഇന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്കെപ്പോഴും ഒരാഗ്രഹമായിരുന്നു അവിടെ സ്റ്റേ ചെയ്യണം, എങ്ങനെയായിരിക്കും എന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പീക്കുട്ടൻ അവിടുത്തെ കാഫറ്റീരിയ വന്നിട്ട് കേക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ച് തരൂല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കുറേ നമ്പറൊക്കെ ഇട്ടപ്പോൾ ഏട്ടൻ വന്നിട്ട് മേടിച്ച് കൊടുക്കുക പാവല്ലേ. അവൻ കേക്ക്സ് ഒന്നും വാങ്ങിച്ച് കൊടുക്കാറേ ഇല്ല കേട്ടോ. വാങ്ങിച്ച് കൊടുക്കുക ഇന്നൊരു ദിവസമല്ലേ എന്ന് അങ്ങനെ കേക്കൊക്കെ മേടിച്ച് നമ്മുടെ റൂമിലോട്ട് പോകാൻ കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമിലോട്ട് കയറി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര കുറേ നാളത്തെ ആഗ്രഹം പോലത്തൊരു സ്റ്റേ ആയിരുന്നു. പീക്കുട്ടനെ ഞാൻ പറയുകയാണ് ഈ ബംഗാളി അവർ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വ്യൂ. ചേട്ടനും എന്നെക്കാട്ടിലും എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് സർപ്രൈസ് ഇതാണെന്നുണ്ടെങ്കിലും ചേട്ടനും എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും റൂം എടുത്താലും ആദ്യം പോകണം അവിടുത്തെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂമിലായിരിക്കും. എനിക്കവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, എന്തൊക്കെ നമുക്ക് ടോയ്ലറ്ററീസൊക്കെ എന്തൊക്കെ തരും, ഷാമ്പൂ ഉണ്ടോ, ഏത് സോപ്പായിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന്. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റുള്ള സംഭവമാണ് കേട്ടോ. എന്തൊക്കെയായിരിക്കും, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടണ പോലെയാണ് അവിടുത്തെ എന്ത് കിട്ടിയാലും. അപ്പോൾ ആ ടോയ്ലറ്റിൽ ഓപ്പൺ വിൻഡോ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അത് ഏട്ടത്തിനെ പറഞ്ഞ് കളിയാക്കിയായിരുന്നു കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ ടോയ്ലറ്റിനെ കുറിച്ചൊക്കെ കളിയാക്കി സംസാരിക്കണമുണ്ട്. എന്തിനാണ് പിന്നെ ടോയ്ലറ്റ് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കപ്പം നമ്മൾ ഏട്ടനെ കിട്ടിയ പണിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പീക്കുട്ടൻ കേക്ക് തീറ്റ തന്നെയായിരുന്നു. പക്ഷെ മൊത്തം കഴിച്ചില്ല, ഞാൻ മൊത്തം കൊടുത്തില്ല. അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് അടുത്ത സംഭവമാണ് എൻ്റെ ഫേവറേറ്റ് കോഫിയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു അമേരിക്കൻ കോഫി എന്നോ അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷ് കോഫി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ടീ പൗഡർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടമ്മ എനിക്ക് അത് മതി എന്ന് പറയും. പക്ഷേ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. പക്ഷേ എൻ്റെ കോഫി എന്നെ രക്ഷിച്ച്, എൻ്റെ കോഫി സൂപ്പറായിരുന്നു കേട്ടോ. എന്നിട്ട് പീക്കുൻ്റെ ബുക്സൊക്കെ കൊണ്ടുവന്ന് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഫ്രിഡ്ജുണ്ടേ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഡയറി മിൽക്ക് ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇവന് കാണിച്ചു കൊടുത്തില്ല എടുക്കാതിരിക്കാനായിട്ട്. പിന്നെ ക്ലോസ് ചെയ്ത് വെച്ച് ആശാൻ അരിച്ചരിച്ച് വന്നപ്പോൾ കണ്ടുപിടിച്ച് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കൊടുക്കുക. കാരണം ഡയറി മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും പൊതുവേ വാങ്ങിച്ച് കൊടുക്കാറില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ വിടാറുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഏട്ടാ അടുത്ത സർപ്രൈസ് എനിക്ക് തന്നത്. ഒരു സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മസാജൊക്കെ ആയിട്ട്. അപ്പം അതും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എൻ്റേത് രാവിലെയാണ്, നാളെ രാവിലെയാണ്. അപ്പം നമ്മൾ ആ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് അവിടുത്തെ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പൂളിൽ വന്ന്. പക്ഷേ പീക്കുട്ടൊരു പൂള് ഭയങ്കര പേടിയായിരുന്നു. അവനൊരു ട്രോമ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു 2 വർഷത്തിനിടയിൽ. അപ്പോൾ അതിനുശേഷം അത് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് പൂളിൽ ഇറങ്ങേണ്ട, റൂമിലോട്ട് പോകാം. അപ്പോൾ ചേട്ടൻ്റെ സ്പാ ആ സമയത്തായിരുന്നു. ഞാൻ പീക്കുവിനെ നോക്കി റൂമിലിരുന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മേക്കപ്പ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് അവന് പാൽപ്പൊടിയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം 3 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ സ്പാ. അപ്പം അത്രയും നേരം നമ്മൾ എൻജോയ് ചെയ്ത് ഞാൻ കോഫിയൊക്കെ കുടിച്ച് തടിയനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് എക്സൈറ്റഡ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്ന് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ്. ഞാൻ ആക്ച്വലി വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു, ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഈ എൻറ്റയർ വീഡിയോയിൽ നിങ്ങൾ എന്നെ ഈ ഡ്രസ്സിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഡിന്നർ കഴിച്ച്, ഡിന്നർ മീൻസ് ബൊഫേ ആയിരുന്നു, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ കാണുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കില്ല. ഞാൻ എടുത്താലും എനിക്ക് ഫുൾ കംപ്ലീറ്റ് കഴിച്ച് തീർക്കാൻ പറ്റില്ല കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഡെസേർട്ടിൽ ആ ഫ്രൂട്ട്സ് മാത്രമാണ് ഞാൻ എടുത്തത്, പിന്നെ ജ്യൂസും ബാക്കിയൊക്കെ ചേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്.
പക്ഷേ കംപ്ലീറ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചേട്ടൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ കുറച്ച് സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരോട് കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സർപ്രൈസായിട്ട് വീണ്ടും ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ വയറ് മറ്റേ പൊട്ടാറായി നിൽക്കുകയാണ്. അതെൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് എങ്ങനെയെങ്കിലും റൂമിൽ പോയാൽ മതി എന്നൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അവിടെ വെച്ച് എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുമെന്ന്. അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോയി ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് കണ്ട് എന്നിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് വന്ന് പീക്കുട്ടനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ് കേട്ടോ. ലിപ് സ്ലീപ്പിംഗ് മാസ്കാണ്. എൻ്റെ ഒരു 3-4 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ് കേട്ടോ. അതും അപ്ലൈ ചെയ്ത് അപ്പോഴത്തേക്ക് പീക്കുട്ടൻ ഉറങ്ങി, ചേട്ടൻ ഉറങ്ങിയില്ല. അപ്പം ഞങ്ങളൊരു മൂവിയൊക്കെ ഇട്ട് കണ്ടിട്ട് പതിനേക്ക് അപ്പം ഞാനങ്ങ് ഉറങ്ങിയിട്ടാണ്. പിന്നെ രാവിലെ എനിക്ക് 8:30 എൻ്റെ സ്പാൻ്റെ അപ്പോയിൻമെൻറ്റ്. അപ്പം പീക്കുനെ ഉണർത്താതെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി സ്പായൊക്കെ ലൈക്ക് മസാജൊക്കെ ചെയ്ത് ബോഡിയൊക്കെ റിലാക്സ് ആക്കി. അപ്പോൾ രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാൻ ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ടിട്ടാണ് പോയത് കേട്ടോ. പീക്കുട്ടിന് ഉറങ്ങുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഞാൻ എവിടെയെന്ന് അന്വേഷിച്ച് തുടങ്ങിയാൽ പിന്നെ ആരും പിടിച്ചാലും നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം എടുത്തത്. അപ്പോൾ അവൻ ഉറങ്ങും ഒരു 9:30-10 മണി വരെ. വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ 10 മണി വരെയൊക്കെ ഉറങ്ങിക്കോളും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഞാൻ അതിൻ്റെ എല്ലാം എഴുതിയൊക്കെ കൊടുത്ത് ജക്കൂസിയൊക്കെ കണ്ട്. എൻ്റെ ഭയങ്കര ഒരു ഡ്രീമാണ് ജക്കൂസിയൊക്കെ വീട്ടിൽ മേടിക്കണം എന്നൊക്കെ. ടച്ച് വുഡ് ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ മേടിക്കും. എന്നിട്ട് അവർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ തന്ന് ഞാൻ അതൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം നടന്നു കേട്ടോ. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. ഞാനങ്ങനെ ഫുൾ ബോഡി മസാജിനൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ സ്പായൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് ഫ്രഷായി. പിന്നെയും ഞാൻ ഈ ഡ്രസ്സാണ്, വേറെ ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാനും പീക്കും ഞാനും കഴിച്ചതാണ്. ഏട്ടൻ ദോശയൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ ഇഡ്ഡലിയാണ് എടുത്തത്. പിന്നെ കഴിയാറായപ്പം ഒരു ആലു പൊറോട്ട കൊണ്ടു തന്നു. അപ്പോൾ അത് ഞാൻ വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് അതും കൂടെ എടുത്ത് കുറച്ച് കഴിച്ച്. അപ്പോൾ അവിടുത്തെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പീക്കുനെ കണ്ടിട്ട് പീക്കുന് കുറേ ഡോണറ്റ്സും കേക്ക്സും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തായിരുന്നു, കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കായിരുന്നു കുറച്ച് കൂടുതൽ സന്തോഷം. അങ്ങനെ റൂമിലോട്ട് വന്ന് ഞങ്ങളുടെ ചെക്കൗട്ട് ചെയ്യേണ്ട സമയം ഉച്ച കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് 12:30 കഴിഞ്ഞപ്പം ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു നല്ല രസമായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, നല്ലതായിട്ട് എൻജോയ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാറ്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു കുഞ്ഞ് വിശേഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.